ഹായ്, ഞങ്ങളെ ഈ ബാക്കിലെ വ്യൂ കണ്ടില്ലേ നിങ്ങള്? നമ്മള് മൂന്നാറിന് ഗ്യാപ്പ് റോഡ് പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഞങ്ങള് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഞങ്ങള് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ ഇവിടെ നിർത്തിയതിന് ശേഷം നമുക്ക് റിസോർട്ട് പോവാൻ തോന്നുന്നില്ല, അത്രയും അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത്രയും ഭംഗിയുള്ള ഒരു വ്യൂ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും അടിപൊളി ഒരു വ്യൂ കണ്ടിട്ടില്ല. വ്യൂ കണ്ടിട്ടുണ്ടോ? ഹില് കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ള കാഴ്ചകളും ഇനി അങ്ങോട്ട് റിസോർട്ടിലേക്കുള്ള യാത്രയും അതുപോലെ തന്നെ നമ്മളുടെ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ വൺസ് അഗെയിൻ നമ്മളുടെ മൂന്നാർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയത് ശനിയാഴ്ച രാത്രിയാണ് കേട്ടോ. രാത്രി നമ്മൾ ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് എത്ര വരെ പറ്റുന്നു അത്രയും ഡ്രൈവ് ചെയ്യാം. പിന്നെ നമ്മൾ അവിടെ ഇടയിലൊക്കെ സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ അവിടുന്ന് മൂന്നാറിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ 7:30 തുടങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 1:30 വരെയൊക്കെ ഡ്രൈവ് ചെയ്തു. നല്ല രസമുള്ളൊരു ഡ്രൈവായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത്രയും ഒരു ലോങ് ഡ്രൈവ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറേ സംസാരിച്ചൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ബോറടിച്ചതൊന്നുമില്ല. പിന്നെ 1:30 ആയപ്പോൾ ഞങ്ങൾ അങ്കമാലി എത്തി. അപ്പോൾ അപ്പോഴേക്കും തന്നെ റൂംസൊക്കെ ഏകദേശം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടിയ ഒരു റൂം വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അതിരാവിലെ എഴുന്നേറ്റ് പോയി മൂന്നാറിൻ്റെ മോർണിംഗ് ബ്യൂട്ടി ആസ്വദിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരായിരുന്നു. പക്ഷേ രാത്രിക്കത്തെ ഉറക്കം അത്ര സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എഴുന്നേൽക്കാൻ ഇത്തിരി ലേറ്റായി. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂം ചെക്ക് ഔട്ട് ചെയ്തു. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ നേര്യമംഗലം ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ബ്രിഡ്ജ് കുറച്ച് ഫേമസ് ആണ്. നമ്മളെ കേരളത്തിലെ തന്നെ ഫസ്റ്റ് ആർച്ച് ബ്രിഡ്ജാണ്. എറണാകുളം ഇടുക്കി ഡിസ്ട്രിക്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. മെയിനായിട്ടും ആ സമയത്ത് മൂന്നാറിൽ നിന്നൊക്കെയുള്ള തേയിലയും കാര്യങ്ങളൊക്കെ കൊച്ചിയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ഗേറ്റ് ഓപ്പൺ ആയതോടെ മൂന്നാറിൻ്റെ എക്കണോമിയിൽ നല്ല മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റുമതിയൊക്കെ ചെയ്യാൻ എളുപ്പമായി. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ബ്രിഡ്ജിനെ ഗേറ്റ് വേ ടു മൂന്നാറെന്നും കൂടെ വിളിക്കാറുണ്ട്. പെരിയാറിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് ഉള്ളത്. പിന്നെ മഴക്കാലത്ത് പെരിയാറിൻ്റെ ശക്തിയൊക്കെ കൂടുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ആർച്ച് ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വിശക്കാനൊക്കെ തുടങ്ങി. നമ്മൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഡിന്നർ കഴിച്ചതാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനി ചുരമൊക്കെ കയറി തുടങ്ങുകയാണെങ്കിൽ പിന്നെ നല്ല ഹോട്ടലൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. ഇനി എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളുടെ ബാക്കി യാത്ര തുടങ്ങും. നല്ല രസമുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഈ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെയൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. പിന്നെ നമ്മൾ പോയ സമയത്ത് അവിടെ കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു കാട് പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഇവിടെ ഫുഡ് മാത്രമല്ല, ഇവിടെ സ്റ്റേയും ഉണ്ട്. ഇവരെല്ലാവരും ഒരു ഫാമിലിയാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റാഫ്. അവരൊക്കെ കൂടെ എറണാകുളത്ത് നിന്ന് ഇവിടെ താമസാക്കിയതാണ് ഇത് നടത്താനായിട്ട്. നല്ല നീറ്റാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ഡൈനിങ് സ്പേസും നീറ്റായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. ഇഡ്ഡലി, സാമ്പാർ, പിന്നെ പൊറോട്ട, മുട്ടക്കറിയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഹോംലി ഫുഡിൻ്റെ ടേസ്റ്റാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വയറും മനസ്സൊക്കെ നിറഞ്ഞു. നമ്മൾ ഇനി യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഡെസ്റ്റിനേഷനൊന്നുമില്ല. പോണ വഴിയിൽ കാണുന്നതൊക്കെ കാണും. അത് കഴിഞ്ഞ് മൂന്നാർ എത്തിയിട്ട് വേണം നമുക്കൊരു റിസോർട്ട് നോക്കാനായിട്ട്. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല. കൊച്ചി ടു മൂന്നാർ റൂട്ടിൽ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടമാണ്, ചീയപ്പാറ വാട്ടർഫോൾസ്.
ഇതിലൂടെ പോകുന്ന എല്ലാ ടൂറിസ്റ്റും ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ നിർത്തുന്നുള്ളതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ഫുഡും പിന്നെ തൊപ്പി കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ടോയ്സ് ഒക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഏകദേശം 1000 അടി ഉയരത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഏകദേശം ഒരു 7 സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം ഉള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ മഴക്കാലമായിരിക്കും കേട്ടോ ബെസ്റ്റ്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ശക്തിയൊക്കെ ഉണ്ടാവും. ഇപ്പം തന്നെ നമ്മൾ ഈ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മേലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പം മഴക്കാലത്താവുമ്പോൾ കുറച്ചും കൂടെ നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ട്രക്കിങ്, ഫോറസ്റ്റ് വാക്ക് ഒക്കെ ഇതിനോടനുബന്ധിച്ചിട്ട് അവൈലബിൾ ആണെന്നാണ് കേട്ടത്. പിന്നെ ഈ ഒരു ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്ത് നമുക്ക് നടക്കാവുന്ന ഡിസ്റ്റൻസിലാണ് നെക്സ്റ്റ് വാട്ടർഫാൾ ഉള്ളത്. ഇതാണത്, വാളറ വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. നമ്മൾ മൂന്നാർക്ക് പോകുന്ന വഴിയിൽ 2 വെള്ളച്ചാട്ടവും ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. നേര്യമംഗലത്തിൻ്റെയും അടിമാലിൻ്റെ ഇടയിലായിട്ടാണ് കേട്ടോ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. അങ്ങനെ 2 വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഹിലു ചെറുതായിട്ടൊന്ന് മയങ്ങി, അല്ലെങ്കിൽ ഫുൾ ടൈം ഓണാണ് കേട്ടോ അവൾ. നമ്മളെ കൂടെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് അവൾ ട്രാവൽ ചെയ്യാറ്. അധികം ക്ഷീണമോ അവൾക്ക് മടുപ്പൊന്നുമില്ല കേട്ടോ യാത്രയ്ക്ക്. അതുകൊണ്ട് തന്നെ നമുക്കും നല്ല രസമാണ്. നമ്മളിങ്ങനെ ചുരം കയറുന്ന സമയത്ത് സൈഡിലൂടെ വലിയൊരു ബലൂൺ ഇങ്ങനെ പൊങ്ങി പോകുന്നത് കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പം ഞങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഹോട്ട് എയർ ബലൂൺ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് കയറി. സാധാരണ യൂട്യൂബിൽ നമ്മൾ കാപ്പഡോക്യ, ദുബായ് പോലത്തെ സ്ഥലത്തൊക്കെ ഹോട്ട് എയർ ബലൂൺ സർവീസ് കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു കൗതുകമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. ഇത് സാധാരണ ഹോട്ട് എയർ ബലൂൺ പോലെ ഒരു ലൊക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് എത്തുന്ന ആ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ജസ്റ്റ് നമ്മളെ താഴ്ന്ന ആൾക്കാരെ പിക്ക് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്നു, പിന്നെ അതുപോലെ തന്നെ താഴേക്ക് ഇറക്കും കേട്ടോ. അപ്പം അത്ര ഒരു കുറച്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്നത്. ഈ ഒരു കുറഞ്ഞ സമയത്തിന് അവർ ചാർജ് ചെയ്യുന്നത് പെർ ഹെഡ് 1800 ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അത് അത്രയും അഫോർഡബിളായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് എന്തായാലും ട്രൈ ചെയ്യാം. കാരണം ഇത് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്നൊരവസരമല്ലേ. പിന്നെ നമ്മൾ അതിനകത്ത് കയറിയ 2-3 ആൾക്കാരോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഷെയ്ക്കാവുന്നത് കാരണം. പിന്നെ നല്ല വെയിലുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ അത് രണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. ബാക്കി അവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 360 ഡിഗ്രി വ്യൂ അടിപൊളിയാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റേറ്റ് അഫോർഡബിളായി തോന്നുന്ന ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്യണം. കാരണം എപ്പോഴെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. മൂന്നാർ ഏകദേശം എത്താറായപ്പോൾ തന്നെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഇപ്പം നല്ല ഭംഗിയുള്ള ടീ പ്ലാന്റേഷൻസും മരങ്ങളും പിന്നെ ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങി. പോകുന്ന വഴിയിൽ നമ്മൾ 2-3 സ്ഥലത്തൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. എവിടെ നോക്കിയാലും ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ കുറച്ച് വിശക്കാനൊക്കെ തുടങ്ങി, ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ചായക്കട കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി ചെറിയൊരു ടീ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മാഗി പിന്നെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. എനിക്ക് ഇങ്ങനത്തെ തണുപ്പുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞാൽ മാഗി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഒരു വീക്ക്നെസ് ഫുഡാണെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ തട്ടുകടയിൽ നിന്ന് കിട്ടുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല തണുപ്പുള്ള ക്ലൈമറ്റിൽ ചൂടുള്ള ഒരു മാഗിയൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. പക്ഷേ ഇതിൽ ചെറുതായിട്ടൊന്ന് പണിവാളി, കാരണം അവരതിനകത്ത് എഗ്ഗ് ചേർത്തിട്ടുണ്ടായി. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു ലൊക്കേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിച്ചു. ഇലൂന് ഇവിടെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ ഭയങ്കര കമ്പനി ആയിട്ടുണ്ട്. പോകാൻ നേരത്ത് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ രണ്ടാൾക്കും. അവിടെ നിന്ന് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. മാഗി കൊണ്ട് വിശപ്പൊന്നും മാറിയിട്ടില്ല. ഉച്ചയൊക്കെ ആയില്ലേ, നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചതാണല്ലോ, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളുടെ റിസോർട്ടിൻ്റെ റൂട്ടിലേക്ക് കയറി. ടൗണിൽ നിന്ന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അവിടെ ഭയങ്കര ട്രാഫിക്കായിരുന്നു.
നമ്മൾ മൂന്നാർ എത്തിയതിന് ശേഷമാണ് കേട്ടോ റിസോർട്ട് ബുക്ക് ചെയ്തത്. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ ഉണ്ട് നമ്മളുടെ റിസോർട്ടിലേക്ക്. ലോക്ക്ഹാർട്ട് ഗ്യാപ്പ് റോഡ് എന്നാണ് ഈ ഒരു റോഡിൻ്റെ പേര്. ഇത് നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് പോലെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നും. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനറിയും പ്ലാന്റേഷൻസ് ഒക്കെ ആയിട്ട് അടിപൊളി ഒരു റൂട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ റിസോർട്ടൊന്നും ബുക്ക് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഈ ഒരു റോഡ് വഴി ഒരു ഡ്രൈവിന് പോയാലും മതി. ഒരു റിഫ്രഷിങ് വൈബാണ്, നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ആയിട്ട്. പിന്നെ അതാ ഇവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ട്. അപ്പം നമ്മൾ അതിൽ കൂടെ കയറിയിട്ട് വേണം നമ്മളുടെ റിസോർട്ടിലേക്ക് പോകാൻ. ഈ ലോക്ക്ഹാർട്ട് ഗ്യാപ്പ് റോഡ് വരുന്നത് മൂന്നാർ മധുരൈ നാഷണൽ ഹൈവേയിലാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ 2 മൗണ്ടെയിൻസ് തമ്മിലുള്ള ഗ്യാപ്പാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോക്ക്ഡ് ഹാർട്ട് ഷേപ്പാണ്. അതാണ് ലോക്ക്ഹാർട്ട് ഗ്യാപ്പ് റോഡ് എന്ന് വരാൻ കാരണം. നമുക്കിതിൻ്റെ ഈ ഒരു ഷേപ്പ് ശരിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ലോക്ക്ഹാർട്ട് ഷേപ്പ് കാണാൻ പറ്റുക. ഈ റൂട്ടിൽ വരുന്ന വേറൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മലയിൽ കള്ളൻ ഗുഹ, ഒരു റോക്ക് കേവ് ആണ്. അപ്പോൾ അതും കൂടെ കാണാനുണ്ട്. പിന്നെ നമുക്ക് കുറേ വെറൈറ്റി ആക്ടിവിറ്റീസൊക്കെ ഇവിടെ പറ്റും. നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ്. അതുപോലെ തന്നെ ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ളൊരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വണ്ടി ഒന്ന് സൈഡാക്കി ഹിലുവിനൊരു ഇളനീരൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ റിസോർട്ടിൽ പോകാനേ തോന്നുന്നില്ല. ഇവിടെ ഇരുന്നിട്ട് ടൈം പോകുന്നതേ അറിയില്ല. നല്ലൊരു ക്ലൈമറ്റും ഈ ഗ്രീനറിയും എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മൂന്നാർ ടൗണിൽ നിൽക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഈ ഒരു റൂട്ട്. അങ്ങനെ നമ്മൾ റിസോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഇവിടുത്തെ ഈ ഒരു വൈബ്. ചില സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഗ്രീനറിയാണ്, ചില സമയത്ത് ഇങ്ങനെ ഫോഗൊക്കെ വന്ന് മൂടിയിട്ടുണ്ടാവും. നല്ലൊരു അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ റൂമിൻ്റെ ബാൽക്കണിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ചായയൊക്കെ ആസ്വദിക്കാൻ അതിൻ്റെ കൂടെ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഈ ഒരു ഭംഗിയും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും നമുക്ക് ശരിക്കും ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ബെസ്റ്റ് ടൈം വിൻ്റർ സീസണാണ്. നവംബർ ടു ഫെബ്രുവരി ആയിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത്. കാരണം എന്താ വെച്ചാൽ സമ്മറിൽ ഇവിടെ നല്ല വെയിലായിരിക്കും. പിന്നെ മൺസൂൺ സീസൺ ആണെങ്കിൽ മഴ കാരണം നമുക്ക് ഈ വ്യൂ ഒന്നും ശരിക്കും കാണാനും പറ്റില്ല. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു ടൈം ബെസ്റ്റാണ് കേട്ടോ. നല്ല രസമുണ്ട്, നമുക്ക് ക്ലൈമറ്റും അതുപോലെ തന്നെ വ്യൂവും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ നേരെ പൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഹിലുവിന് പൂള് കണ്ടപ്പോൾ തൊട്ട് പൂളിൽ ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം. എന്നാൽ പിന്നെ അവളെ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങോട്ട് വന്നു. നല്ല തണുപ്പാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം പോലും ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല, അത്രയും തണുപ്പാണ്. കൈയൊക്കെ മരവിച്ച് പോകുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ റൂം വരുന്നത്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ഉണ്ട്. നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബാൽക്കണിയാണ്. പിന്നെ ഇതാണ് റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ വരുന്നത്. ഇവിടെ നമ്മളല്ലാണ്ട് കുറച്ച് ബാച്ചിലേഴ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവർ ഒരു DJയും ക്യാമ്പ് ഫയറൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാ ബാർബിക്യൂ, ഗ്രില്ലിങ് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊളുക്കുമല സൺറൈസ്, അതുപോലെ തന്നെ ചൊക്രാമുടി വ്യൂ പോയിന്റ്, ഈ സ്ഥലത്തേക്കൊക്കെയുള്ള ട്രക്കിംഗ് അവർ അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ നേരത്തെ ഇൻഫോം ചെയ്യണം കേട്ടോ. ഈ ഒരു മൂന്നാർ ട്രിപ്പിൽ ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ സെലക്ട് ചെയ്തിട്ടില്ല. തൽക്കാലം നമ്മൾ 2 ദിവസം സമാധാനമായിട്ട് ഹിലുവിനെ കൊണ്ട് കുഞ്ഞു കുഞ്ഞു സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് അവൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട് എൻജോയ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ഞങ്ങൾ ഉദുമൽപേട്ട വഴി പൊള്ളാച്ചി, പാലക്കാട് ആ ഒരു റൂട്ടിലാണ് തിരിച്ചു പോയത്. നല്ല രസമാണ് കേട്ടോ. ആനമല ടൈഗർ റിസർവും മറയൂർ സാൻഡൽ ഫോറസ്റ്റൊക്കെ ക്രോസ് ചെയ്തിട്ട് പിന്നെ പൊള്ളാച്ചിയിലെ കുറച്ച് കാഴ്ചകളും വിൻമില്ലൊക്കെ കണ്ടു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.